NuMATS എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അല്ലേ? അപ്പോൾ മാത്തമാറ്റിക്സിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള അതിൽ സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വലിയ ഓപ്പർച്യൂണിറ്റികൾ കൊടുക്കുന്ന ഒരുപാട് എക്സ്പോഷേഴ്സ് കൊടുക്കുന്ന ഒരു എക്സാമാണ് NuMATS എക്സാം. അപ്പോൾ അതിൻ്റെ കുറേ ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും മറ്റുമൊക്കെ നമ്മുടെ ചാനലിൽ ഒരുപാട് ദിവസങ്ങളായിട്ട് കണ്ടക്ട് ചെയ്ത് വരുന്നുണ്ട്. ഇത് ഓരോ ക്ലാസ്സുകളുടെയും ഇൻഫർമേഷനും ഒക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കൃത്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അവിടെയാണ് നിങ്ങൾക്കുള്ള എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ തരിക. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യണം, അതിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 5 റൂളുകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. ബേസിക് കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഏതൊരു എക്സാം ആണെങ്കിലും ചിലപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനൊക്കെ അറിയുന്നുണ്ടാവും. പക്ഷേ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ട് അതിൻ്റെ കാൽക്കുലേഷൻസ് ചെയ്തു വരുമ്പോൾ അതിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് വരും. ആ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ നമുക്ക് തെറ്റിപ്പോകും. ആ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ടുള്ള പ്രശ്നമല്ല, അതിനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ്. അത് കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരുന്നത് ബേസിക് കോൺസെപ്റ്റ് അറിയാത്തതുകൊണ്ടാണ്. ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന അരിത്തമെറ്റിക് ആയിട്ടുള്ള, അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇങ്ങനെയുള്ളത്, നമ്പേഴ്സിൻ്റെ കാറ്റഗറീസ്, ഇങ്ങനെയുള്ള ബേസിക് കോൺസെപ്റ്റ് അറിയാത്തതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ സ്ഥിരമായിട്ട് തെറ്റിപ്പോകുന്ന ഏരിയാസ് ഉണ്ടെങ്കിൽ അത് ഫിഗർ ഔട്ട് ചെയ്തിട്ട് ആ ബേസിക് കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങളൊരു കോൺസെപ്റ്റ് വെറുതെ പഠിച്ചു പോവുക, വായിച്ചു പോവുക എന്നുള്ളത് അത് മാത്സ് പഠിക്കേണ്ട രീതിയല്ല. മാത്സിൽ നിങ്ങളൊരു തിയറി അല്ലെങ്കിൽ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. കാരണം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ മൈൻഡിൽ ആ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഫീഡായി നിൽക്കുള്ളൂ. നിങ്ങളൊരു കോൺസെപ്റ്റ് പഠിച്ചിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മൈൻഡിൽ അത് മറന്നു പോകില്ല. ആ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതാണ് നമ്മുടെ മെമ്മറിയിൽ അത് ബൂസ്റ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് രണ്ടാമത്തെ പോയിന്റ്. ദെൻ തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 റൂളാണ്. എന്താ 1/3 റൂള്? നമ്മൾ സാധാരണ എന്താ ചെയ്യുക, ഒരു ചാപ്റ്റർ പഠിക്കും, ആ ചാപ്റ്ററിൻ്റെ എക്സസൈസ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് ചെയ്യും. എന്നിട്ട് അടുത്ത ചാപ്റ്റർ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മളൊരു 3-4 ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ ആദ്യം പഠിച്ച ചാപ്റ്റർ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യുക, ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിനെ നമ്മൾ 3 പാർട്ടാക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് വിചാരിക്കുക ഒരു ചാപ്റ്ററിന്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ കൊടുക്കുക, സെക്കൻഡിന് ബി, തേർഡിന് സി, പിന്നെ വീണ്ടും എ ബി സി എന്നിങ്ങനെ കാറ്റഗറൈസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എ എന്ന് മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് ചെയ്യാം. ഇനി ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വന്നിട്ട് ആ ബി മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇനി ഒരാഴ്ചയോ 1.5 ആഴ്ചയോ കഴിഞ്ഞിട്ട് സി മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിലുള്ള ടോട്ടൽ ക്വസ്റ്റ്യൻസിനെ 3 പാർട്സ് ആക്കി. അതാണ് 1/3 റൂൾ എന്ന് പറയാൻ കാരണം. ആ 3 പാർട്സിൽ ഓരോ പാർട്ട് ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെൽ നമ്മൾ വീണ്ടും ചെയ്യുകയാണ്. ഇതെന്തിനാണ് ചെയ്യുന്നത്? നമ്മുടെ മെമ്മറിയിൽ നിന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് എഫക്റ്റീവ് റിവിഷനായിട്ട് വരിക. നമ്മൾ ആദ്യം ഒരു ചാപ്റ്റർ പഠിച്ച ഉടനെ തന്നെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ നമ്മൾ അതിലെ പല കാര്യങ്ങളും മറന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ 3 പാർട്സ് ആക്കി ചെയ്യുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻ അവിടെ ചെയ്യും, പിന്നെ 2 ഡേയ്സ് കഴിഞ്ഞ് ബാക്കി ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് കോൺസെപ്റ്റ് മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ 2 ഡേയ്സ് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിട്ട് മാറും. പിന്നെ ഒരു 1 വീക്ക് കഴിയുമ്പോൾ കുറച്ചും കൂടെ കാര്യം മറന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അത് വീണ്ടും നമ്മൾ റീകളക്ട് ചെയ്യും. അപ്പം നമുക്ക് പിന്നെ എന്ത് ചെയ്യില്ല, പിന്നെ നമ്മൾ റിവിഷൻ ചെയ്യുമ്പോഴൊക്കെ ഈസി ആയിരിക്കും, പിന്നെ നമ്മൾ മറന്നു പോകില്ല. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ 1/3 റൂൾ ഉപയോഗിച്ചിട്ട് വേണം മാക്സിമം എന്ത് ചെയ്യാൻ, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PYQs ആണ്, അഥവാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഏതൊരു എക്സാമിൻ്റെയും പാറ്റേൺ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക, അത് ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പഠിക്കണം, ഇങ്ങനെയുള്ളൊരു ഐഡിയ കിട്ടണമെങ്കിൽ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സംഭവം PYQs ആണ്. നിങ്ങൾ സ്കൂളിലെ ബോർഡ് എക്സാം ആയിക്കോട്ടെ, NuMATS ആയിക്കോട്ടെ, വേറെ ഏത് എക്സാം ആയിക്കോട്ടെ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ, നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, ഏത് ടൈപ്പാണ് എന്നുള്ളൊരു ധാരണ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എക്സാം ഹാളിൽ ചെല്ലുമ്പോഴായിരിക്കും ആദ്യമായിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ കാണുക, ആദ്യമായിട്ട് ആ ക്വസ്റ്റ്യൻ പാറ്റേൺ കാണുക. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പാനിക്കായി പോകും. പക്ഷേ നമ്മൾ ഓൾറെഡി അതുപോലത്തെ ക്വസ്റ്റ്യൻ കണ്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ പ്രശ്നമില്ല, നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റും. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ എടുക്കുക എന്നുള്ളതാണ്. എന്താ മോക്ക് ടെസ്റ്റ്? മോഡൽ എക്സാമുകൾ. മോഡൽ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ അല്ലെങ്കിൽ പോലും കുഴപ്പമില്ല. നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളൊരു എക്സാം പോലെ അസ്യൂം ചെയ്യാം.
ഓക്കെ, ഇപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻസ് എടുക്കുക. ആ 10 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നമ്മളൊരു 30 മിനിറ്റ്സ് കറക്റ്റ് ക്ലോക്കൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ 30 മിനിറ്റ്സ് ടൈമർ വെച്ചിട്ട് ആ ടൈമിൻ്റെ അകത്ത് വേറെ എവിടെയും നോക്കാതെ, ടെക്സ്റ്റ് ബുക്കോ നോട്ട് ബുക്സോ ഒന്നും നോക്കാതെ ആ ക്വസ്റ്റ്യൻസ് നിങ്ങളൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഒരു റിയൽ എക്സാം എങ്ങനെയാണോ വരിക അതുപോലെ സോൾവ് ചെയ്യാം. അത് നിങ്ങൾക്ക് പല ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് തന്നെ എടുക്കാം. ഇങ്ങനെ നമ്മൾ തന്നെ എക്സാംസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ എക്സാംസ് എഴുതുക. ഇതൊരു ഭയങ്കര നല്ല ഹാബിറ്റ് ആയിരിക്കും. കാരണം എക്സാം ഹാളിൽ എത്തുമ്പോഴാണ് സാധാരണ നമ്മൾ എക്സാം എഴുതുക. അപ്പോൾ അവിടെ നമുക്ക് ടൈം മാനേജ് ചെയ്യാനുള്ള പ്രശ്നം ഉണ്ടാവും, ടെൻഷൻ ആവുന്ന പ്രശ്നം ഉണ്ടാവും, പാനിക് ആവും. അങ്ങനെ നമുക്ക് അറിയുന്ന കുറേ കാര്യങ്ങൾ മറന്നു പോകും. പക്ഷേ നമ്മൾ ഈ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മോഡൽ എക്സാമുകൾ പോലെ നമ്മൾ സ്വയം ടൈം ലിമിറ്റ് ചെയ്ത് നമ്മൾ വേറെ എവിടെയും നോക്കാതെ എക്സാമിൻ്റെ അതേ മൂഡിലിരുന്ന് എഴുതുകയാണെങ്കിൽ നമ്മൾ പ്രാക്ടീസ്ഡ് ആണ്. അതൊന്നും പിന്നെ നമുക്ക് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു 5 പോയിൻറ്റ്സ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള പ്രിപ്പറേഷന്, NuMATS എക്സാമിൻ്റെ പ്രിപ്പറേഷന് വളരെ വലിയ ഹെൽപ്പായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് അല്ല, ഇത് പ്യുവർലി ലോജിക്കും നമ്മുടെ കോമൺ സെൻസും അപ്ലൈ ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ പ്രാക്ടീസിനാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത്. കുറേ കാര്യങ്ങൾ ബൈ ഹാർട്ട് ചെയ്യലോ കുറേ കാര്യങ്ങൾ പഠിക്കലോ ഒന്നുമല്ല, പ്രാക്ടീസ് ചെയ്യുക. പരമാവധി ക്വസ്റ്റ്യൻസ്, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, അതിൽ തന്നെ ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഇനി അങ്ങോട്ട് നമ്മുടെ ക്ലാസ്സുകളും ഇതുപോലത്തെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള കണ്ടന്റുകളൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ വരും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇതിൻ്റെ ഫർദർ ഇൻഫർമേഷൻസ്, അപ്ഡേഷൻസ് ഒക്കെ വരും. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉപയോഗിച്ചിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ കംപ്ലീറ്റ് ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും കൂടി യൂസ്ഫുൾ ആവട്ടെ. ടീച്ചേഴ്സിനും കൂടി, നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനും കൂടി എന്ത് ചെയ്യുക, ഇതൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. കാരണം ടീച്ചേഴ്സ് വഴി ഒരുപാട് സ്റ്റുഡൻസിന് എന്ത് ചെയ്യും, ഇതെത്തും. അപ്പോൾ അവർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ ഓൾ ദി ബെസ്റ്റ് പറയുന്നു. പ്രിപ്പറേഷൻസ് ഉഷാറാവട്ടെ, പവർഫുൾ ആവട്ടെ, നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്.